Welcome back to Dine with Ann. ഇന്ന് നമുക്ക് ഇൻസ്റ്റന്റ് മിൽക്ക് പേട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ദീപാവലിയൊക്കെ അല്ലേ വരുന്നത്. ഇത്തവണ ദീപാവലിക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഈ മിൽക്ക് പേട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. സാധാരണ നമ്മൾ പാല് തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുത്തിട്ടല്ലേ പേട തയ്യാറാക്കുന്നത്. അത് ഒരുപാട് സമയമെടുക്കുന്നൊരു പ്രൊസീജിയറാണ്. അത് കാരണം തന്നെ പലർക്കും മടിയായിരിക്കും പേട തയ്യാറാക്കാനായിട്ട്. എന്നാൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് നിങ്ങളൊന്ന് പേട ഉണ്ടാക്കി നോക്കൂ. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ മിൽക്ക് പൗഡറാണ് ഉപയോഗിക്കുന്നത്. 1.5 കപ്പ് പാൽപ്പൊടി ഞാൻ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിലേക്ക് 1/3 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ട കെട്ടാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. നമ്മൾ പേട തയ്യാറാക്കുമ്പോൾ ഈ പാൽപ്പൊടി ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കട്ട കെട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആദ്യം കുറച്ച് പാലിലൊന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കുന്നത്. ഇത് ഒരുപാട് ടൈറ്റായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ പാൽ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സ്മൂത്ത് ബാറ്ററായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരുപാട് ലൂസായി പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു പാനിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഐകാർഡിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് വേറെ എക്സ്ട്രാ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. ഈ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് ചേർക്കുന്നത്. ഈ ഒരു അളവ് ഇതിന് കറക്റ്റ് പാകമാണ്. ഇനി ഒരുപാട് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. പക്ഷേ കൂടുതൽ ചേർക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കണ്ടൻസ്ഡ് മിൽക്കിന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാൽപ്പൊടിയും പാലും ചേർത്തിട്ടുള്ള മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഇത് കരിഞ്ഞു പോകാതെ മാത്രം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് കൈയെടുക്കാതെ ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ പെട്ടെന്ന് തന്നെ കുറുകി വരും. നന്നായിട്ട് കുറുകി വരുന്നത് വരെ വേണം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അത് കാരണം തന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവമായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിൽ എന്തെങ്കിലും ചെറുതായിട്ടുള്ള കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടി നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് കാണുമ്പോൾ വല്ലാതെ സ്റ്റിക്കി ആയിട്ട്, അതായത് കൈമേ ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നും. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഈ പേടയുടെ ഷേപ്പിലേക്ക് ഇതൊന്ന് പിടിച്ചെടുക്കണം. അപ്പോൾ കയ്യിൽ വീണ്ടും കുറച്ച് നെയ്യ് തടവുക. എന്നിട്ട് ചെറിയ ബോൾസ് ആക്കി നമുക്ക് ആദ്യം ഒന്ന് പിടിച്ചെടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത്, ബോൾസ് ആക്കി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പരത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ പേട ഒന്ന് നമുക്ക് പിടിച്ചെടുക്കാം. എപ്പോഴും കൈമേ നെയ്യ് തടവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാനിതിൻ്റെ നടുക്ക് ചെറിയൊരു കുഴി പോലെ ഒന്ന് വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഞാനിന്ന് പിസ്ത ഉപയോഗിച്ചിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. ഒരു ചെറിയ പീസ് പിസ്ത ഞാൻ വെക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് വീണ്ടും കയ്യിൽ നെയ്യ് തടവിയിട്ട് ബാക്കിയുള്ള പേട കൂടി ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം പിടിക്കുന്നതാണ് കേട്ടോ നല്ലത്.
ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരുപാട് ബുദ്ധിമുട്ടോ അധ്വാനമോ ഒന്നുമില്ല. കൊച്ചു കുട്ടികൾക്ക് വരെ വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അമ്മമാരുടെ മേൽനോട്ടം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് മിൽക്ക് പേട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത്തവണ ദീപാവലിക്ക് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാൻ എന്നെ മറക്കരുത് കേട്ടോ. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ആൻഡ് ഹാപ്പി ദിവാലി.